ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാനിത് ഡ്രൈവിങ്ങിന് പോകാൻ ഇറങ്ങാണ് കേട്ടോ. ഇവിടെ 12:30 ഇന്ന് പോണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നേ. നോക്കുമ്പോ ബിസി ടൈമാ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പോയേക്കാം. പിള്ളേര് രണ്ടാളും ബാബസോടെ ഇരിപ്പുണ്ട്. ജെ ഉറങ്ങാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ഇത്ര നാളും വീഡിയോ ഇടാൻ തൊണ്ടവേദനയായതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീഡിയോ ഇട്ടില്ല. പിന്നെ അപ്പൊ ചോദ്യങ്ങൾ അത്യാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ ഓരോന്നായിട്ട് മറുപടി തരാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡായിട്ട് എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട്, അത് എവിടെ നിന്നാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എന്നൊക്കെ ഉള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടി ഞാൻ തരാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത് ഞാൻ തസ്നിയുടെ വീഡിയോയിൽ ഇതിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത് കുവൈറ്റിൽ നിന്നായിരുന്നു. ഞാൻ കുവൈറ്റില് ഗദ്ദാമ വിസയ്ക്കായിരുന്നു പോയത്. അപ്പൊ അവിടെ ഭയങ്കര കഷ്ടപ്പാട്. ആ കഥയൊക്കെ തസ്നിയുടെ ചാനലിൽ എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ അതൊന്നും ആവർത്തിച്ച് പറയണില്ല. വേണമെന്നുള്ള ആൾക്കാർ കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഞാൻ ചുരുക്കി പറയാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത് കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിൽ നിന്ന് കണ്ടുമുട്ടി ഒരു കല്യാണം അങ്ങനൊന്നും ഇല്ലായിരുന്നു. കുവൈറ്റില് പുള്ളിയുടെ വീട്ടിൽ ഞാൻ ജോലിക്ക് പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ബാബാസും ജേജയും എന്റെ സ്വന്തം മക്കളാണോന്ന്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവരെന്റെ സ്വന്തം മക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണുന്നവരല്ലല്ലോ വീണ്ടും വീഡിയോ മുന്നെയും ആൾക്കാർ കാണുന്നുണ്ട് തന്നെ വീണ്ടും ആ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ബാബാസും ജേജെ എന്റെ സ്വന്തം മക്കളാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. ബാബാസ്, ജെ, തസ്നി. അങ്ങനെ പുള്ളിയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ആദ്യ വിവാഹമായിരുന്നു. എന്റേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാമത്തേതായിരുന്നു. അപ്പൊ പുള്ളി കല്യാണം കഴിക്കാണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ വീട്ടില് പുള്ളി മാത്രമായിരുന്നുള്ളൂ കുവൈറ്റില്. അപ്പൊ പുള്ളിയുടെ കണ്ട് പരിചയപ്പെട്ട കാര്യമൊക്കെ എവിടുന്നാ എങ്ങനെയാ പരിചയപ്പെട്ടെന്നൊക്കെ തസ്നിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തസ്നിയുടെ ചാനലിലുണ്ട്, അതെടുത്ത് കണ്ടാൽ മതി. അങ്ങനെ ഞാനവിടെ പോയി കുവൈറ്റിൽ നിന്നു. ആ സമയത്ത് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് 3 മാസം എന്റെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നു. ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നപ്പോ ഞാനായിരുന്നു പുള്ളിനെ ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്തത്. ഒന്നിനും പറ്റില്ലായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്തായാലും ഞാനാണ് പുള്ളിയോട് ആദ്യം ചോദിച്ചത്. എന്തായാലും എനിക്ക് പുള്ളിയുടെ പെരുമാറ്റം, സ്നേഹം, ഞാന് ജനിച്ച് പിന്നെ നുണ പറയാത്ത ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്റെ ഹസ്ബൻഡാന്ന് പറയണം. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അത്രയ്ക്ക് ഒരു തമാശയ്ക്ക് പോലും ഒരു കളവ് അറിയില്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ ഞാനാണ് ആദ്യം ചോദിച്ചത്, എന്നെ കല്യാണം കഴിച്ചുകൂടെ. അത്രയും ഞാൻ അങ്ങനെ പുള്ളിയെ നോക്കിയോണ്ട്, പുള്ളിക്ക് വേറെ ഫാമിലി ഇല്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളിയും പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, എങ്ങനെയാ ഇത്രയും പ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് ചോദിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മില് വിവാഹം കഴിഞ്ഞത്. അങ്ങനെ ഇപ്പൊ കുവൈറ്റിൽ നിന്നാണ് കണ്ടത്, ഇന്ത്യയിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത്. അത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തെ ഉത്തരം, പുള്ളിക്ക് എത്ര പ്രായമുണ്ടെന്ന്, എന്നേക്കാൾ ഏജ് എത്ര ഡിഫറെന്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏജ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഏജിന്. ഞാൻ അന്ന് കാണുന്ന സമയത്ത് 2007 ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതും കാണുന്നതും. അന്ന് പുള്ളിക്ക് 54 വയസ്സുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെറുതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അന്നേ എൻ്റെ അടുത്ത് പുള്ളി പറയായിരുന്നു, ഞാൻ കല്യാണം ഇങ്ങനെ ചോദിച്ചപ്പോ തന്നെ എൻ്റെ അടുത്ത് പറയായിരുന്നു, സൽമ എനിക്ക് ഒരുപാട് ആയുസ്സൊന്നുമില്ല, കൂടിപ്പോയാൽ ഞാൻ 65 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ. അപ്പൊ 54 വയസ്സ് പുള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 64 ദിവസം നീ അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പടച്ചവനല്ല ആയുസ് നിശ്ചയിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അറിയായിരുന്നു. അങ്ങനെയാണ് കല്യാണം നടന്നത്. കേരളത്തിൽ നിന്ന് വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം. അവിടുന്ന് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, പുള്ളി മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന്. പുള്ളി അൽഹംദുലില്ലാ നമ്മുടെ മതം സ്വീകരിച്ചതാണ്.
അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഡ്രൈവിങ്ങിന് പോവാന്ന്. ഞാൻ ഇപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ഇന്നലെ ഞാൻ രാത്രിയിൽ അടിക്കാറ് പതിവ്. ഇന്നലെ ഞാൻ അടിച്ചില്ല, ഇന്നലെ എന്തോ ഒരു മൂഡില്ലായിരുന്നു. അപ്പൊ ഗ്യാസ് അടിച്ചിട്ട് വരാം. ഗ്യാസ് അടിക്കണ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്വന്തം അടിക്കണം ഗ്യാസ്. അപ്പൊ ഗ്യാസ് ഇതാ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പുള്ളിക്കും വയസ്സിന് ഒരുപാട് വ്യത്യാസമുണ്ട്. 25 വയസ്സിനോളം ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മില്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇത്. ഞാൻ ചുരുക്കി പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ഒരുപാട് ഒരു എന്താ പറയാ അറിയാൻ വേണ്ടിയാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ മറുപടി കൊടുക്കണല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ അമേരിക്കയിൽ എത്തിയത്. ഞാൻ അമേരിക്കയിൽ എത്തിയ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം 2009 ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങള് കുവൈറ്റിലേക്ക് തിരിച്ചു പോയ സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ബാബാസ് 2010 ജനിച്ചത്. കുവൈറ്റിലായിരുന്നു അവൾ ജനിച്ചത്. അപ്പൊ 2010 ജനിച്ച ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് വീണ്ടും ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതൊരു ഭയങ്കര ഗുരുതരമായ ആക്സിഡന്റ് ആയിരുന്നു. ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നു. പിന്നെ ഞാനും മോളും തനിച്ചായി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ വന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഡ്രൈവ് ചെയ്യില്ലല്ലോ. അപ്പോൾ അവരൊക്കെ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും. പിന്നെ വീട്ടിൽ ഒരു ജോലിക്ക് ഒരാളുണ്ടായിരുന്നു എന്നെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചു കാലം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ കുവൈറ്റിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. കുവൈറ്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റേ പുള്ളിയുടെ ജോലിയുടെ ഇതിൽ നിന്ന് റെന്റൊക്കെ അവിടെ നിന്ന് കൊടുക്കും. പക്ഷെ അത് മാത്രം പോരല്ലോ, നമുക്ക് സാലറി ഇല്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നത്. കേരളത്തിലേക്ക് പോയി കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 5 വർഷം അവിടെ നിന്നു. അതിക്ക് ആ 5 വർഷം നിൽക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ അമേരിക്കയിൽ എത്തുന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. പക്ഷെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ കുറച്ച് സാമ്പത്തികത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് നമ്മുടെ നാട്ടിലെ പോലെയല്ല. അമേരിക്കയിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഈ അമേരിക്കയിലേക്ക് തെസ്നീൻ എന്താ ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുവരാത്ത, ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരാത്തതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. കാരണം ഞാൻ കാരണമല്ല തെസ്നി അമേരിക്കയിൽ വരാത്തതെന്ന് എല്ലാവർക്കും, ഒരുവിധക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ പിന്നീട് അത് പൈസയൊക്കെ ശരിയാക്കി അക്കൗണ്ടിൽ പൈസ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ വിസ കിട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി പോരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു 2007 ഞാൻ പുള്ളിയായിട്ട് കണ്ടുമുട്ടണത്. 2009 ഞങ്ങളുടെ കല്യാണം. 2 വർഷം ഞാൻ പുള്ളിയുടെ കൂടെ നിന്നു. അവിടെ ജോലിയൊക്കെ ചെയ്ത്. അധികം ജോലിയൊന്നുമില്ല, പുള്ളി മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അധികം ജോലിയൊന്നുമില്ല. അങ്ങനെ 2 വർഷം 2009 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2010 ആയപ്പോ മോള് ജനിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്ക് വീണ്ടും ഒരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ 3-4 മാസം ഭയങ്കര ഇതൊക്കെ ആയിരുന്നു, സീരിയസ് ആയിട്ട്. അങ്ങനെ ജോലിക്കൊന്നും പോകാതെ വന്നു. അങ്ങനെ അസുഖങ്ങളൊക്കെ മാറി ഞങ്ങൾ കേരളത്തിലേക്ക് താമസം മാറ്റി. 5 വർഷം ഞങ്ങൾ കേരളത്തിൽ നിന്നു. 5 വർഷം കേരളത്തിൽ നിന്നപ്പോഴാണ് പുള്ളിക്ക് ഈ ട്രീറ്റ്മെന്റ് പുള്ളിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഷുഗറും പ്രഷറും എല്ലാ അസുഖങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് താമസം മാറ്റി. 5 വർഷം എടുത്തു എൻ്റെ വിസയൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് ജയജയൻ ജനിച്ചു, അൽഹംദുലില്ലാ. അങ്ങനെ അമേരിക്കയിലേക്ക് മാറി. അമേരിക്കയിൽ വന്നപ്പോഴാണ് പുള്ളിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്നത്. പുള്ളിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ കിഡ്നിക്കായിരുന്നു ക്യാൻസർ ആദ്യം വന്നത്.
പുള്ളീനെ ട്രീറ്റ് ചെയ്തോണ്ടിരുന്ന ഡോക്ടർ വെക്കേഷന് പോയി, 6 മാസത്തെ വെക്കേഷന് പോയി. അപ്പൊ പുള്ളിക്ക് എല്ലാം 3 മാസം കൂടുമ്പോഴും ചെക്കപ്പ് ഉണ്ടായിരുന്നു. 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ടായി. ഡോക്ടർ വെക്കേഷന് പോണതിന് മുമ്പ് നോക്കുമ്പോ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് നോക്കുമ്പോ പുള്ളി ക്യാൻസർ ഫ്രീ തന്നെയായിരുന്നു. അപ്പൊ ഡോക്ടർ അത്ര കാര്യമാക്കിയില്ല. ഡോക്ടർ വേറെ ആരെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഡോക്ടർ പോയിട്ട് 6 മാസത്തിന് പറഞ്ഞ് പോയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ തിരിച്ചു വന്നത്. പിന്നെ എല്ലാ 3 മാസം കൂടുമ്പോഴും പുള്ളിയുടെ ചെക്കപ്പ് ഉണ്ടായിരുന്നു ക്യാൻസറിനെ കുറിച്ച്. പക്ഷെ ആ റിസൾട്ടൊക്കെ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് ഇവര് വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്ന് നോക്കിയപ്പോ പുള്ളിയുടെ ക്യാൻസർ കൂടി, പിന്നെ ലങ്സിനും മൊത്തം വ്യാപിച്ചിരുന്നു. സ്റ്റേജ് 4 പോയായിരുന്നു അപ്പോഴത്തേക്കും. അങ്ങനെ 2016 പുള്ളിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. 17-18 ആയപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ തിരിച്ചു വന്നു. പിന്നെ നോക്കിയപ്പോ ക്യാൻസർ 4th സ്റ്റേജ് ആയി. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. ആദ്യമായിട്ട് ദുനിയാവിൽ തന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നു മാറ്റമുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിനോട് 36 മാസം ഇനി പുള്ളി ജീവിക്കുള്ളൂ, 3 വർഷം ജീവിക്കുള്ളൂ എന്ന് പുള്ളിയോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി, ഞാൻ അധികം നാളൊന്നും നിങ്ങളുടെ കൂടെ ഇല്ല, അതുകൊണ്ട് നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ മരിച്ചപ്പോ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ സ്റ്റോറി. അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞാൽ തകർന്നു പോകും ഞാൻ. അങ്ങനെ പുള്ളിയുടെ ക്യാൻസറും കൊണ്ട് കുറെ നടന്നു. ആ സമയത്താണ് 2024 പുള്ളി പറയണത്, നമുക്ക് ഉമ്മിച്ചിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം, കാരണം പുള്ളിക്ക് ഇനി ആരെയും കാണാൻ പറ്റിയെന്ന് വരില്ല, തെസ്നീനെയും ഉമ്മിച്ചിനെയും ഒക്കെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്ക് തീരെ വയ്യായിരുന്നു. പുള്ളിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ മാസവും ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കീമോ എന്ന് നമ്മുടെ നാട്ടിൽ കീമോ എന്നായിരിക്കും പറയും, ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് എന്നാ പറയണത്. എന്നിട്ട് അപ്പൊ 2024 പുള്ളി പറഞ്ഞു, ഇനി എനിക്ക് ഉമ്മിച്ചിനൊന്നും കാണാൻ പറ്റില്ല, ഉമ്മിച്ചിനെ തെസ്നീനൊന്നും നമുക്ക് നിന്റെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് വരാം, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒരു 14 ദിവസത്തേക്ക് ഞങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടായി. വന്ന് ഓഗസ്റ്റ് 15 ഞങ്ങൾ തിരിച്ചു വന്നു. ഓഗസ്റ്റ് 15 തിരിച്ചു വന്നു. ഒക്ടോബർ 5 പുള്ളി ഞങ്ങളെ വിട്ട് പോയി. പുള്ളിക്കെല്ലാം അറിയായിരുന്നു. എല്ലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പുള്ളി മക്കളോടൊക്കെ പറഞ്ഞ് എന്നോടും പറയായിരുന്നു, എന്ന് അധികം നാളൊന്നുമില്ല, അതുകൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല നിങ്ങളോട്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഉള്ള ഇത്. പിന്നെ പുള്ളി വേറെ കല്യാണം കഴിച്ചതല്ല, ഞാനൊരു വൈഫാണ് പുള്ളിക്കുള്ളൂ. പിന്നെ എന്താ പറയാ, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം മക്കളാണ് ബാബാസും ചേച്ചിയും. ബാബാസ് ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ ഇനി അടുത്ത മാസം ക്ലാസ് തുടങ്ങും, 11ലാണ്, +1ലേക്കാണ്. ജയജൂട്ടൻ 8ാം ക്ലാസ് കഴിഞ്ഞു. അതൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് പെട്ടെന്ന് ഉത്തരം തന്നെ കേട്ടോ. ജയജൂട്ടൻ 9ലേക്ക് ഈ അടുത്ത മാസം ക്ലാസ് തുടങ്ങും അവനക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോകുന്നു. ഞാൻ ഇനി സ്റ്റോറി ആയിട്ട് ഞാൻ വീണ്ടും വരാം.